അപ്പോൾ നമ്മുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ രാത്രി നമുക്ക് ഗുരുവായൂർ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് അത് ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് വയറിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ രാവിലെ തന്നെ ഒരു റീൽ എടുക്കാനുള്ള പഠനം ഞാനും ആൻറ്റിയും കിങ്ങിണിയും കൂടെ പരിപാടികളാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ആവേശം ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലഞ്ചിനൊന്ന് KFC കയറി അത് കഴിച്ചിട്ട് വേണം ആവേശം പോവാൻ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നു. നമ്മൾ ലുലു മാളിലാണ് KFC വരുന്നത്. ഇവിടുത്തെ KFC ആണ് ഏറ്റവും അടിപൊളി എന്നാണ് ആൻറ്റിമാരുടെ അഭിപ്രായം. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ ലുലു മാളിൻ്റെ അകത്തുള്ള KFC കഴിക്കാൻ പോവുകയാണ്. ചേട്ടായി പറയുന്നത് നമ്മുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നതെന്ന് ഓർത്ത് വെച്ചോണോ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ നമ്മൾ പോകുകയാണ്. അപ്പോൾ ചേട്ടായിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് മോസ്റ്റ്ലി പകൽ ടൈം നമ്മുടെ കൂടെ പുറത്ത് വരാൻ കാണത്തില്ല. അപ്പോൾ ഇന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ KFC ഒക്കെ നല്ല കിടലിനായിട്ട് ബക്കറ്റൊക്കെ ഓർഡർ ചെയ്ത് അടിപൊളിയായിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. കാരണം ട്രാഫിക് ഭയങ്കര ആണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ എത്താൻ ലേറ്റായി പോകും. അപ്പോൾ ആവേശത്തിന് ഒട്ടും മിസ്സാവരുതെന്നുണ്ടായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി. അടിപൊളി പടമായിരുന്നെന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഫിലിമായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. അത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു. അപ്പോൾ നമുക്കിന്ന് തിയേറ്ററിൽ നിന്ന് പോയിട്ട് നമുക്കങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മൾ 12 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ ഗുരുവായൂർ രാവിലെ വെളുപ്പിനുള്ള പൂജയാണ് കാണാൻ. അപ്പോൾ അവിടെ 3:30ക്കാണ് നട തുറക്കുന്നത്. അപ്പോൾ അത് നിർമ്മാല്യം കാണാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മളിവിടുന്ന് തിരിച്ചു 11:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കിങ്ങിണി വരുന്നില്ല, കണ്ണനും വരുന്നില്ല. ഞാനും ആൻറ്റി, ബിന്ദു ആൻറ്റി, ചേട്ടായിയാണ് പോകുന്നത്. നമ്മൾ കാറിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3.5 hours ആണ് കാണിക്കുന്നത് എറണാകുളത്തുനിന്ന്. നമ്മളവിടെ എത്തി പാർക്കിംഗ് ലോട്ടിലൊക്കെ കാറ് പാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് അറിയാത്ത ചില പരിപാടി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ഒരു അബദ്ധം ചെയ്ത് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയി മൊബൈൽ അവിടെ കൊണ്ട് ഇടാന്ന്. അവിടെ ലോക്കർ റൂം ഉണ്ടല്ലോ, അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പക്ഷെ എന്താ പ്രോബ്ലം പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഇത് അവിടെ ലോക്കർ റൂം ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ നിർമ്മല തൊഴാൻ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ തിരിച്ചു പോയി കാറിൽ തന്നെ മൊബൈലും ഫോണും എല്ലാ വാച്ചും ഒക്കെ വെച്ചിട്ട് തിരിച്ചു വന്നു. മൊബൈലും ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നു. എന്നിട്ട് വീണ്ടും വന്ന് ക്യൂവിൽ നിന്ന് നമ്മൾ നിന്ന് തൊഴുതു. അകത്തൊന്നും മൊബൈൽ പോസിബിൾ അല്ല, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ നിർമ്മാല്യമൊക്കെ തൊഴാൻ പോകുന്നവരാണെങ്കിലും 3:30ക്കാണ് നമ്മുടെ നട തുറക്കുന്നത്. ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ എറണാകുളത്ത് നിന്ന്. ആക്ച്വലി കറക്റ്റ് നിർമ്മാല്യ ടൈമിൽ അവിടെ പോയി ഇറങ്ങുന്നത്. ഡീറ്റെയിൽ എനിക്കറിയില്ല. അപ്പം നല്ല സൂപ്പറായിട്ട് ഭഗവാനെയൊക്കെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മളിനി തിരിച്ച് എറണാകുളത്തോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വൃന്ദാവൻ ഹോട്ടലിൽ എറണാകുളത്ത് വന്നിട്ട് ആൻറ്റിയുടെ ഫേവറേറ്റ് വെജിറ്റേറിയൻ ഹോട്ടലാണ് എറണാകുളത്തുള്ള. അപ്പോൾ അവിടെ വന്നിട്ട് നല്ല ദോശയൊക്കെ കഴിച്ചു. എന്നിട്ട് പിള്ളേർക്ക് 2 പേർക്കുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതേപോലെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നോക്കിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് മാങ്ങയൊക്കെ ഇങ്ങനെ കൊലച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു നിങ്ങൾ പറിച്ചോന്ന്. അങ്ങനെ ചേട്ടായി അത് കയറി പറിച്ച് നമ്മൾ അതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ആൻറ്റി അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉപ്പും കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കവറിലൊക്കെ വാരിയിട്ടുണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നന്നായിട്ട് കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാൻ സിന്ധു ആൻറ്റിയും കിങ്ങിണിയും കൂടെ ഒരു ഊബർ ബുക്ക് ചെയ്ത് കളമശ്ശേരിയിൽ എൻ്റെ ഒരു അപ്പൂപ്പൻ്റെ ഒരു ഫാമിലി അവിടെ ഉണ്ട്. അമ്മാമ്മയുടെ ബ്രദറാണ് കലാമണ്ഡലം ശ്രീധരൻ. അപ്പോൾ അപ്പൂപ്പൻ മരിച്ചുപോയി. ഇപ്പോൾ അപ്പൂപ്പൻ്റെ വൈഫ് കളമശ്ശേരിയിൽ ഒരു ടൈലറിങ് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്മൂമ്മേനെ കാണാൻ പോയതാണ്. അപ്പോൾ ഇതോടുകൂടി ഡേ 2 നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഡേയിലുള്ള വിശേഷം
നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.